റോഹിന്റെ പാതി. രചന ജാസ്മിൻ കുഞ്ഞോൾ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. മോൾക്ക് എന്തെങ്കിലും എന്നോട് പറയാറുണ്ടോ? അത് ഉപ്പ എന്നോട് ദേഷ്യപ്പെടൂ? ഇല്ല മോളെ, ഈ പറഞ്ഞോ? അതുപ്പ എനിക്കൊരാളെ ഇഷ്ടം, അവനെ മറക്കാൻ എനിക്ക് പറ്റില്ല. എങ്ങനെയാ അവൾ പറഞ്ഞൊപ്പിച്ചു. ഇപ്പോൾ അടികിട്ടുമെന്ന് ഉറപ്പിൽ അവൾ കണ്ണുകൾ അടച്ചു പിടിച്ചു. സാഹിബ് പത്രട വെച്ചിട്ട് എഴുന്നേറ്റു. മകളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. മോളെ, ഇഷ്ടവും സ്നേഹമൊക്കെ നല്ല കാര്യമാണ്, പക്ഷെ അതിനൊരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ നിലക്കും വിലക്കും പറ്റുന്ന ബന്ധങ്ങൾ ഈ കാര്യത്തിൽ തിരഞ്ഞെടുക്കാവൂ. നിന്റെ സ്നേഹവും ഇഷ്ടവും എല്ലാം എനിക്കറിയാം. അതൊക്കെ നല്ലപോലെ ഞാൻ അന്വേഷിച്ചു. അത് നമുക്ക് വേണ്ട മോളെ. മോൾക്ക് ഇപ്പോൾ വന്ന ആലോചന നല്ല ഒന്നാന്തരം കുടുംബക്കാരാ, നാട്ടിലും വീട്ടിലും പേര് കേട്ടവര്. നമുക്ക് എന്തുകൊണ്ട് യോജിച്ച ബന്ധം, പണം കൊണ്ടായാലും പ്രതാപം കൊണ്ടായാലും. അപ്പോൾ ഉപ്പ ഉടനെ തന്നെ നടത്താൻ പോവാ. ബാക്കിയൊക്കെ മോള് മനസ്സിൽ നിന്ന് ഒഴിവാക്കി സന്തോഷത്തോടെ നിൽക്ക്. ഉപ്പ സങ്കടത്തോടെ അവൾ വിളിച്ചു. ഉപ്പ പലപ്പോഴും പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ട് ഞാൻ. പണം കൊണ്ട് നേടാൻ പറ്റാത്ത പലതി ലോകത്തുണ്ടെന്ന്. ആ പണത്തിനേക്കാൾ മുകളിൽ എന്നെയും ഞാൻ അവനെയും സ്നേഹിക്കുന്നു. പണവും പ്രതാപവും അതൊന്നും ഞാൻ കണ്ടിട്ടല്ല, സ്നേഹം മാത്രം ആഗ്രഹിച്ചിട്ടാ. ഉപ്പാക്ക് എൻ്റെ ആഗ്രഹങ്ങളെക്കാൾ വലുതാണ് ഇതൊക്കെ. ആഷിയുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടിയില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് മാറ്റം വരുത്താൻ മനസ്സ് സമ്മതിച്ചില്ല. മോളെ, ഈ ഇഷ്ടപ്പെടുന്ന ആളെക്കുറിച്ച് ഞാൻ ഒരുപാട് അന്വേഷിച്ചു. നമുക്ക് ചേരുന്നല്ല ആ ബന്ധം. എനിക്ക് അവന് മതിപ്പാ. അവൻ ഗൾഫിലാ, ഉടനെ നാട്ടിൽ വരും. ഉപ്പ ഒന്നും എനിക്ക് തരണ്ട, അവൻ എന്നെ പൊന്നു പോലെ നോയിക്കോളും. അവൻ ഇപ്പോഴൊന്നും വരില്ല. പിന്നെ അവൻ വരുന്നവരെ നിന്നെങ്ങനെ നിർത്താനും പറ്റില്ല. പെൺകുട്ടികളെ നല്ല പ്രായത്തിൽ കെട്ടിച്ചയക്കണം. ആഷി നടുക്കത്തോടെ അദ്ദേഹത്തെ നോക്കി. അല്ലുപ്പ, അവൻ ഇപ്പോഴൊന്നും വരുന്ന ഉപ്പാക്ക് എങ്ങനെ അറിയാ? അതേ അവളുടെ ചോദ്യം കേട്ട് ഞെട്ടി. കാരണം നിയാസ് ഗൾഫിൽ ജോലി കയറിയപ്പോൾ 2 വർഷത്തിൽ ലീവ് അനുവദിക്കില്ലെന്ന എഗ്രിമെന്റിൽ ഒപ്പിടിവിച്ച കാര്യം അവൾക്കറിയില്ല. അതങ്ങനെയാ. നീ പോയി നിന്റെ പണി നോക്ക്. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ മനസ്സ് കൊണ്ടു നടക്കണ്ട. ഉപ്പാനെയും ഉമ്മാനെയും കുടുംബത്തിനെയും പറ്റിച്ചിട്ട് അവന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാന്ന് എന്റെ പൊന്നുമോള് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ നിന്റെ ഈ ആഗ്രഹം നടക്കില്ല. ഉപ്പാന്റെ സ്വരം ഭീഷണിയായി മാറിയപ്പോൾ ആ സംസാരത്തിൽ അവൾക്ക് ഹൃദയം പൊട്ടിപ്പോകുന്ന കരച്ചിൽ വരുന്നുണ്ടെങ്കിലും ഉപ്പാന്റെ ആ വാക്കവളുടെ മനസ്സിലൊരു കനൽ പോലെ നിറഞ്ഞിരുന്നു. അവനിപ്പോഴൊന്നും വരില്ല എന്നുള്ള ആ വാക്ക് അതെങ്ങനെ ഉപ്പാക്കറിയാം? ആഷി എന്തോ അവസ്ഥയിലായിരുന്നു. ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾ അവളുടെ മനസ്സിൽ മിന്നി മറഞ്ഞു. അതിന്റെ പിന്നാലെ അവളുടെ മനസ്സ് സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. എന്താണ് തനിക്ക് നിയാസിനിടയിൽ സംഭവിച്ചത്? ഉപ്പ എന്താണ് അങ്ങനെ പറഞ്ഞ്? എല്ലാത്തിനും തനിക്ക് ഉത്തരം കിട്ടണം അവൾ മനസ്സിൽ ഉറപ്പിച്ചു. അവൾ സുനുവിനോട് പോലും കാര്യങ്ങൾ ഷെയർ ചെയ്യാതെ മനസ്സിൽ വെച്ചു. അന്ന് രാത്രി നിയാസ് വിളിച്ചപ്പോൾ അവൾ അവനോട് ഈ കാര്യം സൂചിപ്പിച്ചു. എന്താടാ ഉപ്പ അങ്ങനെ പറഞ്ഞേ? നീ പെട്ടെന്ന് വരില്ലേ? ആഷി, നീ വിഷമിക്കണ്ട, ഞാൻ വരും. സാധാരണ ഗൾഫിൽ പോകുന്ന 2 വർഷം അതിന് മുകളിൽ കഴിഞ്ഞിട്ടൊക്കെയാണ് നാട്ടിൽ വരാറ്. അത് ഉദ്ദേശിച്ചിട്ടായിരിക്കും ഉപ്പ അങ്ങനെ പറഞ്ഞു. അല്ലാതൊന്നും ഉണ്ടാവില്ല. നീ സന്തോഷമായിട്ടിരിക്കുക. ഞാൻ ഉടനെ എൻ്റെ പെണ്ണിൻ്റെ അടുത്തേക്ക് എത്തും കേട്ടോ. അവനവൾ ഓരോ കാര്യത്തിനും സാരമില്ലെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഉള്ളിൽ എവിടെയോ ഒരു അപകടം മണത്തു. ഒരു സുപ്രഭാതത്തിലാണ് അടുത്ത വീട്ടിൽ നജീബിക്ക് ഒരു വിസയുടെ കാര്യം പറയുന്നത്. ഒരു കമ്പനിയിൽ നല്ലൊരു ജോലിയും മോശമല്ലാത്ത ശമ്പളവും. കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. കാരണം നജീബ് ഖാന്റെ കുടുംബം ഞങ്ങളോട് നല്ല അടുപ്പത്തിലായിരുന്നു. ഉമ്മാനെയും അനിയനെയും വിട്ടു പോകുന്നതിൽ ഇത്തിരി വിഷമം തോന്നിയെങ്കിലും തന്റെ കുടുംബത്തിന്റെ ആകാശനം താനാണെന്ന് ഉള്ളിൽ നിന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ആ വേദനകൾ മാറ്റിവെച്ച് പോകാൻ മനസ്സ് തയ്യാറായി. ഉപ്പാന്റെ കള്ളുകൂടിയിൽ അകപ്പെട്ട് ഞങ്ങളെ നോക്കാൻ കഷ്ടപ്പെടുന്ന ഉമ്മാന്റെ മുഖം വീണ്ടും വീണ്ടും ഓർമ്മയിൽ തെളിഞ്ഞു. ഓരോ അസുഖം വന്നിട്ടും അതൊന്നും പ്രശ്നമാക്കാതെ ഒരുക്കുന്ന എന്റെ പൊന്നുമ്മ. അൽഹംദുലില്ലാ, ഇന്നേതാണ് തന്റെ ഗൾഫ് ജീവിതത്തിന്റെ പാതി ഭാഗവും കഴിഞ്ഞിരിക്കുന്നു. ഉപ്പ കുറച്ചൊക്കെ നന്നായി വരുന്നു. ഉമ്മ ജോലിക്ക് പോകുന്നില്ല. അനിയൻ നന്നായി പഠിക്കുന്നു. വീട്ടിലെ കാര്യങ്ങൾ നന്നായി പോകുന്നു. എല്ലാം കൊണ്ട് റാഹത്താണ്, അൽഹംദുലില്ലാ. പക്ഷേ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ച എന്തോ നഷ്ടപ്പെട്ടു പോകുന്നതായി അവന് തോന്നി. 2 വർഷം ആവാൻ ഇനിയൊരു വർഷം കൂടെയുണ്ട്. വിസ നൽകുമ്പോൾ 2 വർഷത്തെ എഗ്രിമെന്റ് സൈൻ ചെയ്ത് അവന്റെ ഓർമ്മയിൽ വന്നു. അതിനുള്ളിൽ തന്റെ ആശി, അവളെ തനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്തോ അവൻ ആലോചിച്ചിട്ടൊരു സമാധാനവും കിട്ടിയില്ല. മനസ്സാകെ അസ്വസ്ഥമാണ്. നജീബിക്കാൻ വിളിച്ച് ഈ വിസയുടെ കാര്യങ്ങളൊന്ന് വിശദമായിട്ട് ചോദിച്ചാലോ? അപ്പോൾ തന്നെ നിയാസ് ഫോൺ എടുത്ത് നാട്ടിൽ നജീബിനെ വിളിച്ചു. വിശേഷങ്ങൾ ഓരോന്നും പറയുന്നതിൽ നിയാസ് ചോദിച്ചു. ഇക്കാനോട് കാര്യം ചോദിക്കുന്നില്ലെന്ന് തോന്നരുത്. എന്താടാ നീ ചോദിക്ക്? അല്ല, ഇക്കാന്റെ ഫ്രണ്ട് മുഖേനയാണ് എനിക്ക് വിസ കിട്ടിയത്. അൽഹംദുലില്ലാ, എന്തുകൊണ്ടോ റാത്ത. പക്ഷേ ഇതിന്റെ പിന്നിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? അതെന്താണ് നീ അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല, എന്റെ മനസ്സങ്ങനെ പറയുന്നു. ഇല്ലടാ, അങ്ങനെയൊന്നുമില്ല. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കേണ്ട, ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ വിടറാ. ശരിക്കാ, ഞാൻ പിന്നെ വിളിക്കാം. നിയാസ് ഫോൺ കെട്ടിയപ്പോൾ നജീബിനും അല്ലാത്ത ആശ്വാസം. അവനൊന്നും അറിയരുതേ അല്ലാ. നിയാസ് ഒരു പെണ്ണിനെ പ്രേമിക്കുന്നു. അതൊരു വലിയ മുതലാളിയുടെ മോളാണെന്നും അതെങ്ങനെയെങ്കിലും ഇല്ലാതാക്കി അവന് നല്ലൊരു ജോലി റെഡിയാക്കി ഗൾഫിലേക്ക് അയക്കാനും സലീംക്ക പറഞ്ഞിട്ടാണ് താൻ ഇതിനൊക്കെ കൂടെ നിന്ന്. അതൊരിക്കലും അവൻ അറിയരുതേ എന്നൊരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ മനസ്സിൽ. എന്തായാലും അവൻ അവളെ അയാൾ കെട്ടിച്ചു കൊടുക്കില്ല. ജോലിയെങ്കിലും ആവട്ടെ.
എന്നവർ പറഞ്ഞപ്പോൾ ഞാനും അങ്ങനെ കരുതി. അത്രയ്ക്ക് കഷ്ടപ്പാട് നിറഞ്ഞായിരുന്നു അവരുടെ അവസ്ഥ. നജീബിന്റെ ഓർമ്മയിലെല്ലാം തെളിഞ്ഞു. നിയാസ് ഫോൺ വെച്ചെങ്കിലും ആ കാര്യത്തിന്റെ സത്യാവസ്ഥ അവൻ അറിയണമെന്നുള്ള ആഗ്രഹം അവന് വിടാൻ തയ്യാറായിരുന്നില്ല. എവിടെയോ എന്തോ നടന്നിട്ടുണ്ട്, നജീബിക്ക പറയില്ലെന്ന് ഉറപ്പാണ്. പക്ഷേ അറിയണം. അതുപോലെ ആഷി, അതിന്റെ പിന്നിൽ തന്റെ ഉപ്പാക്ക് എന്തോ പങ്കുണ്ടെന്ന കാര്യം ആഷിക്ക് ഉറപ്പായിരുന്നു. അതിനിടയിൽ ആഷിയുടെ കല്യാണത്തിന്റെ കാര്യങ്ങൾ വീട്ടിൽ തകൃതിയായി നടക്കുന്നുണ്ടായിരുന്നു. നിയാസിനെ അറിയിക്കാൻ പോലും തനിക്ക് കഴിഞ്ഞില്ല. അതെല്ലാം സുനുവിനെ ഏൽപ്പിക്കുകയായിരുന്നു. അത്രയ്ക്ക് മനസ്സ് കൈവിട്ടു പോയിരുന്നു. തന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ ഉപ്പ ഈ കല്യാണത്തിന് വേണ്ടി ഇത്ര തിടുക്കം കൂട്ടുമ്പോൾ ആളുടെ ഉള്ളിൽ എവിടെയോ ഉപ്പാനോട് വെറുപ്പ് തോന്നി തുടങ്ങി. അനീസിന്റെ വീട്ടിൽ നിന്ന് ഇത്തമാരും ഉമ്മ എല്ലാവരും വന്നു. നല്ല സ്നേഹമുള്ളവര്. അനീസ് ഖാന്റെ നമ്പര് വരെയുണ്ട് കയ്യിൽ. പക്ഷെ മനസ്സോളം സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയില്ല. താൻ പോകുന്ന എല്ലാ വഴികളിൽ കൂടെയും തന്റെ ഉപ്പാന്റെ കടകൾ ഫോളോ ചെയ്യുന്ന അവൾ തിരിച്ചറിഞ്ഞു. പട്ടിണി കിടന്നു, മിണ്ടാൻ നടന്നു. പക്ഷെ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. തന്റെ വിധി ഉപ്പ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ തന്റെ ഒരു ആഗ്രഹത്തിന് ഉപ്പ എതിരെ നിന്നിട്ടില്ല. തന്റെ ആഗ്രഹങ്ങളൊക്കെ പറയാതെ അറിഞ്ഞ് ചെയ്തു തന്നിട്ടേ ഉള്ളൂ. ഒരുപാട് ഫ്രീഡം തന്നിട്ട് തന്നെയാണ് വളർത്തിയത്. വണ്ടിക്ക് വേണ്ടി, പൈസക്ക് പൈസ, അങ്ങനെ ഓരോന്നും. പിന്നെ എന്തിനാണ് എൻ്റെ ജീവിതത്തിലെ പ്രധാന ഘട്ടത്തിൽ ഉപ്പ മുഖം തിരിച്ച് കളയുന്നത്? ആൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. തൻ്റെ പാവ ഉമ്മ തൻ്റെ സങ്കടങ്ങൾ കണ്ട് ഉപ്പാനോട് കേണ അപേക്ഷിക്കുന്നുണ്ട്. എന്നിട്ടൊരു മാറ്റവുമില്ല. ആ ഉമ്മാനെ സങ്കടാക്കിയിട്ട് ഈ ജീവിതം തീർക്കാനും വയ്യ. ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങി. ആഷിയുടെ വിവാഹം അടുത്തടുത്ത് വന്നു. കളിയും ചിരിയുമായി ഓടി നടന്ന ആഷി ഇപ്പോൾ വല്ലാത്ത അവസ്ഥയിൽപ്പെട്ടിരിക്കുന്നു. ആരോടുമൊന്നും പറയാനാവാതെ ആളുള്ളിൽ വിതുമ്പിക്കരഞ്ഞു. അങ്ങനെ ഇരിക്കെ ആഷിയുടെ ഫ്രണ്ട്സ് വീട്ടിൽ വന്നു. സുനു, വീട്ടിൽ കുറച്ച് ഫ്രണ്ട്സും. ആളെ കണ്ടപ്പോൾ അവർക്ക് ഒത്തിരി വിഷമമായി. എത്ര ഹാപ്പിയായി ജീവിച്ച കുട്ടിയായിരുന്നു, ഇപ്പോൾ എല്ലാം പോയി. ആഷി, നീ ഇങ്ങനെ ആവില്ലേ? സുനു അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. നീ ക്ഷമിക്കടി, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. എന്ത് വഴിയാണ് ഉണ്ടാവുക? എല്ലാം കഴിഞ്ഞു. ഇനിയൊരു വഴി എൻ്റെ മുമ്പിൽ ഇല്ലടാ. ഞാൻ അനീസ്ഖാനെ വിളിക്കാൻ ശ്രമിച്ച അന്ന് ഉപ്പ എങ്ങനെയോ കണ്ടു. അതൊരു ഫോൺ കയ്യിലുണ്ടായിരുന്നു. പലവട്ടം പറയാൻ ശ്രമിച്ചപ്പോഴും നടന്നില്ല. അന്ന് എന്തും വരട്ടെ എന്നോർത്ത് ഞാൻ വിളിച്ചതാ. കാര്യം പറയാൻ തുടങ്ങിയപ്പോൾ ഫോൺ വാങ്ങിയിട്ട് ഉപ്പയോട് എന്തോ പറഞ്ഞു. അതിനുശേഷം എൻ്റെ ഫോൺ എവിടെയെന്ന് പോലും എനിക്കറിയില്ല. നിയാസിനെ പോലും വിളിച്ചിട്ട് എത്ര ദിവസമായി എന്നറിയോ? അവളുടെ സങ്കടം എങ്ങനെയാണ് തീർക്കുകയെന്ന് അവർക്കറിയില്ലായിരുന്നു. അപ്പോഴാണ് നിയാസിന്റെ കോൾ സുനുവിന്റെ ഫോണിലേക്ക് വന്നത്. അന്ന് രാവിലെ നിയാസ് സുനുവിനെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു. ആഷിയുടെ വീട്ടിൽ പോകാൻ അവിടെ എത്തിയിട്ട് തനിക്ക് വിളിക്കാനും ഒക്കെ. സുനു ആഷിയുടെ വീട്ടിലെത്തി. അവളുടെ സങ്കടം കണ്ടപ്പോഴെല്ലാം മറന്നു. നിയാസിന്റെ കോൾ വന്നപ്പോൾ ആഷിയുടെ കയ്യിൽ സുനു കൊടുത്തു. നിയാ എന്ന് വിളിച്ച് അവൾ പൊട്ടിക്കരയുകയായിരുന്നു. നിയാസിന് അവളുടെ കരച്ചിൽ കേട്ടിട്ട് ഹൃദയം പൊട്ടുന്ന പോലെ തോന്നി. ആഷി, മുത്തെ കരയില്ലടാ. നീ ഇങ്ങനെ കരഞ്ഞ ഞാൻ എന്താടി ചെയ്യുക? എനിക്ക് ഓടി വരാൻ പറ്റാതെ ദൂരെയായി പോലടി ഞാൻ. അല്ലെങ്കിൽ ഞാൻ ഓടി വന്നേനെ എൻ്റെ പെണ്ണിൻ്റെ അടുത്തേക്ക്. ഇല്ലടാ, ഞാൻ കരയുന്നില്ല, നീ സങ്കടപ്പെടണ്ട. പക്ഷേ എൻ്റെ ഉപ്പ തീർത്ത് ഈ വിധിയിൽ എരിഞ്ഞടങ്ങാൻ ഈ ആഷിയെ കിട്ടില്ലടാ. ആഷി, നീ അവിവേകമൊന്നും ചെയ്യല്ലേ പ്ലീസ്. ഇല്ല, നിന്നോട് ഞാൻ കാര്യം ചോദിക്കട്ടെ? എന്തായാലും നമ്മളിപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ ഉപ്പ സമ്മതിക്കില്ല. ഞാൻ അയാളുടെ മുന്നിൽ നിന്ന് കൊടുക്കാം. നീ വരുന്നവരെ ഞാൻ ആ വീട്ടിൽ കഴിഞ്ഞോളാം. വന്നിട്ട് നീ എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ പറ. പിന്നെ എൻ്റെ മുന്നിൽ മരണം മാത്രമേ ഉള്ളൂ. അതിനെനിക്ക് ആരുടെയും സമ്മതം വേണ്ട. അവളുടെ ആ വാക്ക് കേട്ടപ്പോൾ സുനു ഫോൺ പിടിച്ചു വാങ്ങി. എന്താണ് നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? ഒരു വീക്ക് വെച്ച നാളുണ്ടല്ലോ. സുനുവിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നിയാസ്, നീ ഒന്നും വിചാരിക്കണ്ട, അവളുടെ സങ്കടം കൊണ്ടാ. എനിക്കും അറിയാം സുനു. നിയാസും കരയുകയായിരുന്നു. നീ അവളുടെ കയ്യിൽ ഫോൺ കൊടുക്കുക. ആഷിയുടെ ചെവിയിൽ സുനു ഫോൺ വെച്ച് കൊടുത്തു. ആഷി ഫോൺ ചെവിയോട് ചേർത്ത് വെച്ചു. എൻ്റെ പെണ്ണ് എവിടെ പോയാലും ആര് മഹർ കിട്ടിയാലും എൻ്റെ പെണ്ണിൻ്റെ മനസ്സും ശരീരവും നിയാസിൻ്റെ സ്വന്തമാണ്. നീ എവിടെയുണ്ടോ അവിടെ വന്ന് എൻ്റെ പെണ്ണിനെ ഞാൻ കൊണ്ടുപോകും. ഈ വാക്ക് പോലെ എൻ്റെ പെണ്ണിന് മതി. ഇനി ഞാൻ എല്ലാത്തിനും നിന്നോളാം. സാരമില്ല, നീ കൂടെ ഉണ്ടല്ലോ. എന്തു വന്നാലും കൂടെ നീ ഉണ്ടല്ലോ. ആ വിശ്വാസം മതി ആഷിക്ക്. അങ്ങനെ കല്യാണ ദിവസം വന്നെത്തി. തലേ ദിവസം രാത്രി എൻ്റെ ഫോൺ കയ്യിൽ തന്ന ഉപ്പ. അന്ന് രാത്രി എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞു. എൻ്റെ ഉപ്പയുടെയും ഉപ്പാൻ്റെ കൂട്ടുകാരനെയും ചതിയായിരുന്നു നിയാസിൻ്റെ ഗൾഫ് യാത്ര എന്ന്. അന്നു മുതൽ ഉപ്പാനോട് എനിക്ക് വല്ലാത്ത വെറുപ്പാണ്. മക്കളുടെ ആഗ്രഹങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ആ ഉപ്പാനോട് എനിക്ക് എൻ്റെ ജീവിതം എന്തെന്ന് കാണിച്ചു കൊടുക്കണം. ആ ഒരു വാശി ഇന്നലെ രാത്രി ഞാൻ മനസ്സിൽ എഴുതി വെച്ചതാണ്. ഒന്നും അറിയാത്ത അനീസ് ഖാൻ ഇതിലേക്ക് കൊണ്ടുവന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. ഇനി എന്നെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. രക്ഷിക്കണം എന്നെ. എന്നെ നിയാസില്ലാതെ എനിക്ക് പറ്റില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആഷി അനീസിന്റെ കാലിൽ വീണു. അനീസ് ആഷിയുടെ ഈ കഥ കേട്ട് ഒന്നിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു. റബ്ബേ, ഇതെന്തു പരീക്ഷണം! തന്റെ കാലിൽ വീണ് പൊട്ടിക്കരയുന്ന ആഷിയെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു അനീസ്. തന്നെ നേരെ വന്നിരിക്കുന്ന ഈ വിധി വല്ലാത്തൊരു വിധിയാണ്. ഇവിടെ ഞാൻ അവൾ എൻ്റെ ഉപ്പയൊന്നുമല്ല തെറ്റുകാർ. യഥാർത്ഥ കുറ്റക്കാരൻ ആളുടെ ഉപ്പയായ അബൂബക്കർ സാഹിബ് തന്നെ. പക്ഷെ അദ്ദേഹത്തിന് കുറ്റം പറയാനും പറ്റില്ല. പേരുകേട്ട ബീനാനാജിയുടെ കുടുംബമായിട്ടൊരു ബന്ധം കിട്ടുമല്ലേ. മകൾക്ക് എന്തുകൊണ്ടും പറ്റിയ ആലോചന.
പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് സ്വന്തം മക്കളുടെ ഇഷ്ടം അറിയാതെ ചോദിക്കാതെ വിവാഹം നടത്തിയാൽ ഒന്നും അറിയാത്ത പാവങ്ങൾ ഇതിൽ പെട്ടുപോയില്ലേ? അതിലൊരാളാണ് തൻ്റെ ഉപ്പയും. പാവപ്പെട്ട ഒരു വീട്ടിൽ നിന്നൊരു പെണ്ണുമതിയെന്ന് കഴിയുന്ന പോലെ താൻ പറഞ്ഞിട്ട് ഉപ്പ സമ്മതിച്ചില്ല. അതേ അവസ്ഥ ആശിക്കും. പലതവണ താൻ അവളെ വിളിച്ചപ്പോഴും അവൾ ആരെയോ പേടിക്കുന്നതായി തോന്നിയിട്ടുണ്ട്. വിവാഹത്തിന്റെ ദിവസം അടുക്കാറായപ്പോൾ ഒരു ദിവസം വിളിച്ചപ്പോൾ അവൾ എന്തോ സീരിയസ് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ ഉപ്പ ഫോൺ വാങ്ങി. മോനെ, ഞങ്ങളൊന്ന് പുറത്തു പോവാ, അതാ മോള് പറയാൻ വന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും അനീസിന്റെ ഓർമ്മയിൽ തെളിഞ്ഞു. തന്ത്രപരമായി അബൂബക്കർ സാഹിബ് തന്റെ കുടുംബത്തിനെ പെടുത്തുകയായിരുന്നു. ഇപ്പോൾ ഇതാ ഇവിടെ എത്താതെ ഒരു തോണിയിൽ സഞ്ചരിക്കാൻ സ്നേഹിച്ചവർ മറുതോണിയിൽ സഞ്ചരിക്കാൻ വിധിക്കപ്പെട്ടു. അത്ര തന്നെ. പക്ഷേ തന്റെ വിഷമം അവിടെ നിൽക്കട്ടെ. ആഷിക്ക് അവൾ ആഗ്രഹിച്ച ജീവിതം നേടിക്കൊടുക്കണം. അവളെങ്കിലും സുഖമായിട്ട് ജീവിക്കട്ടെ. ആഷി തറയിരുന്ന് അപ്പോൾ അവൾ കരയുകയായിരുന്നു. നീ എഴുന്നേക്ക്, നമുക്ക് വഴിയുണ്ടാക്കാം. ഞാനുണ്ടാവും കൂടെ. നിനക്കെന്നെ വിശ്വസിക്കാം, നല്ലൊരു സുഹൃത്തിനെ പോലെ. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കാണാൻ കഴിയാത്തവരൊന്നല്ല ഞങ്ങൾ. നാളെ ആവട്ടെ, നമുക്ക് വഴിയുണ്ടാക്കാം. വേണ്ട അനീസ്ക. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ തുടച്ച് അവൾ എഴുന്നേറ്റു. നാളെയൊന്നും വേണ്ട. നിയാസ് വരുന്നവർ ഈ കാര്യം ആരും അറിയരുത്. എന്നെ ഇവിടെ നിൽക്കാൻ അനുവദിക്കണം പ്ലീസ്. അവൾ അനീസിന് മുമ്പിൽ അപേക്ഷയോടെ നിന്നു. അവളുടെ ആ അപേക്ഷ കണ്ടപ്പോൾ അതിൽ നിന്ന് അനീസിന് മുഖം തിരിക്കാൻ കഴിഞ്ഞില്ല. നീ പേടിക്കണ്ട, നിന്നെ ആരോടൊന്നും പറഞ്ഞുവിടില്ല. നിന്നെ നിയാസ് വരുന്നവരെ ബീരാ ഹാജിയുടെ വീട്ടിൽ അനീസിന്റെ ഭാര്യയായിട്ട് നീ ഉണ്ടാവിടെ. പിന്നെ നമ്മുടെ ഈ കാര്യങ്ങൾ ആരും അറിയരുത്. പുറത്ത് നീ എൻ്റെ ഭാര്യയായിട്ട് തന്നെ കഴിയണം. ഉമ്മാനോട് ഉപ്പാനോട് വളരെ സ്നേഹത്തോടെ പെരുമാറണം. നമ്മുടെ ജീവിതം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ശരിക്ക, അങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ നീ കിടന്നു, ഞാൻ സോഫയിൽ കിടന്നോളാം. നേരം വരാൻ കുറച്ചുകൂടെ ഉള്ളൂ. വേണ്ടിക്ക, ഞാൻ ഈ തറയിൽ എവിടെയും കിടന്നോളാം. ആഷി, ഞാൻ പറയുന്നേ അനുസരിക്കുക. നിന്നെ നല്ലൊരു ഫ്രണ്ടാണെന്ന് എഴുതിക്കോ. അതും പറഞ്ഞ് അനീസ് തലയിനടുത്ത് സോഫയിൽ പോയി കിടന്നു. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. എല്ലാവരുടെയും മുമ്പിൽ ആഷിയും അനീസും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെ. രാത്രി റൂമിലെത്തിയാൽ മാത്രം ആ ഒരു രണ്ടും മറ്റൊരു ലോകത്തായിരുന്നു. സ്വന്തം റൂമിലെ എല്ലാ സൗകര്യങ്ങളും തനിക്ക് വേണ്ടി വിട്ടുതന്ന് സോഫയിൽ കിടന്നുറങ്ങുന്ന ഒരു പാവം മനുഷ്യൻ. ഇടയ്ക്കൊക്കെ അനീസിനെ കാണുമ്പോൾ ആഷിക്ക് സങ്കടം വരും. പക്ഷേ ആ പക്ഷിയുടെ അർത്ഥം പോലും അവൾക്കറിയില്ലായിരുന്നു. അനീസ് ജോലിക്ക് പോയാൽ ആ സമയത്താണ് നിയാസ് ആഷിയെ വിളിക്കാറ്. അനീസുള്ള ടൈമിൽ കഴിയുന്നു ആഷി നിയാസിന്റെ അടുത്ത് സംസാരിക്കാറില്ല. ആളുടെയും നിയാസിന്റെ ഒരു കാര്യത്തിലും അനീസ് ഇടപെടാറില്ല. എങ്കിലും അനീസിന്റെ അടുത്ത് എന്താ ആവശ്യമുണ്ടെങ്കിലും ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ചോദിക്കാൻ അവളോട് പറയുമായിരുന്നു. ദിവസങ്ങളും മാസങ്ങളും പിന്നെയും കടന്നുപോയി. ഒഴുക്കിനെതിരെ നീന്തുന്ന തോണി പോലെ ആഷിയുടെ അനീസിന്റെയും ജീവിതവും കടന്നുപോയി. ആഷിയും അനീസും ഇടയ്ക്ക് ആഷിയുടെ വീട്ടിൽ പോകും. എല്ലാവർക്കും മുമ്പിൽ അവർ നന്നായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നു. കല്യാണം കഴിഞ്ഞ നാളിൽ അനീസിന്റെ മുഖത്തുണ്ടായിരുന്ന എല്ലാ മ്ലാനതയും വിട്ടുമാറിയിരുന്നു. തന്റെ വിധിയോടാവും പൊരുത്തപ്പെട്ടു. ആരോ രചിച്ച കഥയിൽ അവൻ ആടിത്തീർത്തു തന്റെ ജീവിതം കൊണ്ട്. ആ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ തൻ്റേതല്ലാത്ത നിധി ഒരു പോറൽ പോലും പറ്റാതെ അതിന്റെ യഥാർത്ഥ അവകാശിക്ക് ഏൽപ്പിക്കണം. അതുവരെ ഈ ജീവിത നാടകത്തിൽ തനിക്ക് അഭിനയിച്ചേ മതിയാവൂ. പക്ഷേ ആഷിക്ക് തന്നെ സഹായിക്കാൻ മനസ്സ് കാണിച്ച ആ മനുഷ്യൻ ആളുടെ മനസ്സിൽ എത്രയോ മുകളിലുള്ള സ്ഥാനമായിരുന്നു. അഭിമാനമായിരുന്നു അനീസിനെ ഓർക്കുമ്പോൾ. വേറെ ആരെങ്കിലും കയ്യിലാണ് താൻ എത്തിപ്പെട്ടെങ്കിൽ തന്റെ അവസ്ഥ ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആവുമായിരുന്നു. നല്ലൊരു കൈകളിൽ താൻ എത്തിപ്പെട്ടുകൊണ്ട് ആശ്വാസം. എന്നെ നിയാസ് വരുന്നവരെ ഈ കൈകളിൽ താൻ സുരക്ഷിതയാണ്. നിയാസ് നാട്ടിലെത്താൻ ഇനി 2 മാസം കൂടിയേ ഉള്ളൂ. ദിവസങ്ങൾ എണ്ണി എണ്ണി ആഷി കാത്തിരിക്കാൻ തുടങ്ങി. അതിന്റെ സന്തോഷങ്ങൾക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.